വാഹനത്തിന് തന്നെ. അപ്പോൾ അതിലുണ്ടായിരുന്ന കുട്ടികളെ ഒരു അവസ്ഥ ആലോചിക്കണി. ബാക്കിലൊരു കുട്ടിയും 2 കുട്ടികളും മുന്നിലാണെന്നാണ് പറഞ്ഞത്. 3 കുട്ടികളെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി അതിൽ കൂടുതൽ കുട്ടികളുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ഈ മോൻ്റെ ഒക്കെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ചെറിയ വയസ്സുകൾ അറിയില്ല, 16 വയസ്സുള്ളൂ. ഈ ഒരു സമയത്ത് ഈ വാഹനമൊക്കെ എടുത്ത് അവരുടെയൊക്കെ ഒരു എന്താ പറയുക അശ്രദ്ധ മൂലം സംഭവിച്ചു പോയി. ഇവരെ മാതാപിതാക്കളെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തോരം പ്രതീക്ഷകളായിരിക്കും ആ മാതാപിതാക്കൾക്ക്. ആ കുട്ടികളെ ഭാവി അതൊക്കെയാണല്ലോ അല്ലേ മക്കളാകുമ്പോൾ എന്തെല്ലാം അതെല്ലാം ഇതൊക്കെ ശരിക്കും ഈ കുട്ടിയുടെ മരണമൊക്കെ താങ്ങാനുള്ളൊരു കരുത്ത് ആ കുടുംബത്തിന് ഉണ്ടാവട്ടെ. മരണപ്പെട്ട ഈ വിദ്യാർത്ഥിയുടെ വീട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാറാണ്. എന്തായാലും വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് ഇതൊക്കെ താങ്ങാനുള്ള ഒരു ശക്തി ദൈവം നൽകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 16 വയസ്സുള്ള വിദ്യാർത്ഥിയാണ്, ലൈസൻസ് പോലും ഇല്ലാത്ത ഈ ഒരു സമയത്ത് ഇങ്ങനെ